വഖിയാമുർ റജുലി ഫീ ജൗഫിൽ ലൈലി, രാത്രിയുടെ യാമങ്ങളിൽ എണീറ്റ് നിസ്കരിക്കുന്നത് യുകഫിറുൽ ഖതായാ, നമ്മുടെ പാപങ്ങളെ പുറത്തു തരാൻ കാരണമാകും. രാത്രിയിൽ നിസ്കരിക്കുന്ന നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ തറാവീഹ്, നമ്മുടെ വിത്ർ, നമ്മുടെ തഹജ്ജുദ് നിസ്കാരങ്ങൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ ഒരു ആയത്ത് ഓതി, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. യഥാർത്ഥ സത്യവിശ്വാസികളായ ആളുകൾ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ, ഉറക്കത്തിൽ നിന്നവരുണരുന്നു. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയങ്ങളിൽ മൂടി പുതച്ച് കിടന്നുറങ്ങാൻ ആളുകൾക്ക് പൂതി തോന്നുന്ന, ആശ തോന്നുന്ന സമയങ്ങളിൽ ഇവര് ചെയ്യുന്നത് ഈ ബെഡ്ഷീറ്റുകളിൽ നിന്ന്, ബ്ലാങ്കറ്റുകളിൽ നിന്ന്, പുതപ്പുകളിൽ നിന്ന് ചാടി എണീറ്റ് യദഊന റബ്ബഹും ഖൗഫൻ വതമആ, പ്രതീക്ഷയോടെ, പേടിയോടെ, ഭയഭക്തിയോടെ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവിന് വേണ്ടി അവർ നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമാണോ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് അവർ ചെലവഴിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് അവർ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ വിശ്വാസി രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാതിരിക്കില്ല. അള്ളാഹുവിലേക്ക് മുന്നിട്ട് റുകൂ ചെയ്യുമവർ, സുജൂദ് ചെയ്യുമവരെ, ഇസ്തിഗ്ഫാർ ചെല്ലുമവർ, സാജിദൻ ദാകിറൻ ആബിദൻ, അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവരുടെ രാത്രിയുടെ വിലപ്പെട്ട സമയങ്ങളെ അവർ ചെലവഴിക്കാതിരിക്കില്ല. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, രാത്രിയായാൽ സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നിസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് ചെലവഴിക്കുന്നവരാണവർ. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അത് അള്ളാഹുവിനോടുള്ള സംസാരമാണ്. വയഹ്മദൂനഹു അലാ ഇൻആമിഹി, അള്ളാഹു നമ്മൾക്ക് നൽകിയ നിഅമത്തുകൾക്ക് ആ നിസ്കാരത്തിൽ നമ്മൾ സ്തുതികൾ അർപ്പിക്കണം, അള്ളാഹുവിന് സ്തോത്രങ്ങൾ അർപ്പിക്കണം, അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കണം. വയഷ്കുറൂനഹു അലാ തഫദ്ദുലിഹി, അള്ളാഹു നമ്മൾക്ക് ഫദ്ൽ ചെയ്തതിന്റെ പേരിൽ, അള്ളാഹു നമ്മൾക്ക് നിഅമത്ത് നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിന് നന്ദി ചെയ്യണം ആ നിസ്കാരത്തിൽ. വയസ്അലൂനഹു ദവാമ ജൂദിഹി വ ഇക്റാമിഹി, അള്ളാഹുവിന്റെ ഈ നിഅമത്തുകൾ മരണം വരെ നിലനിൽക്കാൻ ഈ നിസ്കാരത്തിൽ നിങ്ങൾ ദുആ ചെയ്യണം. അവരുടെ നാടിന് വേണ്ടി ദുആ ചെയ്യണം, നാട്ടിലെ ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം, രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി ദുആ ചെയ്യണം, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ലോകരാഷ്ട്രങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ പീഡനങ്ങൾ അർപ്പിക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, വ്യത്യസ്തമായ ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ക്രൂശിക്കപ്പെടുന്ന പാവപ്പെട്ട മുസൽമാന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ സുജൂദിൽ കിടന്നുകൊണ്ട് യദഊന ലിൽ വത്നി വലിൽ ഹാകിം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, പള്ളി കമ്മിറ്റിക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സ്ഥാപനത്തിന്റെ കമ്മിറ്റികൾക്ക് വേണ്ടി നമ്മുടെ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. ഒരു അഹ്ലീഹിം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം, നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യണം. വലിന്നാസി ജമീആ, ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ നിസ്കാരത്തിലെ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ നിസ്കാരം ലോകത്തുള്ള ജനങ്ങൾക്ക് കാരുണ്യമായി മാറും, ലോകത്തുള്ള ജനങ്ങൾക്ക് അനുഗ്രഹമായി മാറും നമ്മുടെ 2 റക്അത്ത് നിസ്കാരം. നമ്മൾ അങ്ങനെയാണല്ലോ ആവേണ്ടത്, ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യേണ്ടവരാണല്ലോ നമ്മൾ. അങ്ങനെയായാൽ ഫതകൂനു സ്വലാത്തുഹും റഹ്മതൻ ലഹും, അവർക്ക് മാത്രമല്ല അവരുടെ അയൽവാസികൾക്ക്, നാട്ടുകാർക്ക്, അവരുടെ ചങ്ങാതിമാർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് റഹ്മത്തായി ഈ നിസ്കാരം മാറാതിരിക്കില്ല. വസുലൂകൻ വഅഖ്ലാഖൻ ഫിൽ മുജ്തമഅ, നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ നാട്ടിലുള്ള സമുദായത്തിലെ സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷത്തിനും വിജയത്തിനും വലിയ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരനായി മാറും. അതുകൊണ്ട് പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരങ്ങൾ റമദാനിലും റമദാൻ കഴിഞ്ഞാലും നമ്മൾ നിസ്കരിക്കുകയും ആ നിസ്കാരത്തിന്റെ സുജൂദുകളിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മലയാളത്തിലല്ല, അറബിയിൽ ദുആ ചെയ്യണം.
സുജൂദിൽ കിടന്ന് മലയാളത്തിൽ ദുആ ചെയ്യരുത്, അറബിയിൽ ദുആ ചെയ്യണം. ദുആ പഠിക്കണം നമ്മൾ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. അല്ലാഹുവേ, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ വിശ്വാസിനികളായ ആളുകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. സത്യവിശ്വാസികളായ വിശ്വാസിനികളായ ആളുകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. അൽഅഹ്യാഇ മിൻഹും വല്ലംവാത്, അതിൽ മരിച്ചു പോയവരുണ്ട്, ഖബറിൽ കിടക്കുന്നവർ, അവർക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവർക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമീങ്ങളായ മുസ്ലിമാത്തുകളായ ആളുകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ ലോകത്ത് എത്ര മുഅ്മിനീങ്ങളുണ്ടോ, ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ, ആ മുഅ്മിനീങ്ങളുടെ എണ്ണം കണക്കെ അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. തഹജ്ജുദിന്റെ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് എന്ന് ദുആ ചെയ്യുന്ന ആളുകൾക്ക് ലോകത്ത് എത്ര മുഅ്മിനീങ്ങളുണ്ടോ, എത്ര മുസ്ലിമീങ്ങളുണ്ടോ, അവരുടെ എണ്ണം കണക്കെ അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ്. മരിച്ചുപോയ മുഅ്മിനീങ്ങളടക്കം അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ്. അതുകൊണ്ട് അതുമാത്രമല്ല, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാനും ഈ പ്രാർത്ഥന വളരെ ഉപകാരപ്രദമാണ്. കാരണം ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന, ഏറ്റവും സ്വീകാര്യമായ നിസ്കാരം ഫർള് നിസ്കാരങ്ങളാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം, ഏറ്റവും അഫ്ളലായ നിസ്കാരം ഫർള് നിസ്കാരങ്ങളാണ്. ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള നിസ്കാരം അത് രാത്രിയുടെ യാമങ്ങളിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അഖറബു മാ യകൂനുൽ അബ്ദു ലീ വഹുവ സാജിദുൻ, എന്നിലേക്ക് എന്റെ അടിമ ഏറ്റവും അടുക്കുന്നത് അയാൾ സുജൂദ് ചെയ്യുന്ന സമയത്താണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പരിശുദ്ധ റസൂലുള്ളാഹ്. ഏത് സുജൂദാണ് ഏറ്റവും നല്ലത്? ഫർള് നിസ്കാരങ്ങളിലുള്ള സുജൂദ്. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലുള്ള സുജൂദ്. അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും മഹത്തായ നിസ്കാരങ്ങൾ സ്വലാത്തുൽ ലൈലി, രാത്രിയുടെ നിസ്കാരങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആ രാത്രിയുടെ നിസ്കാരങ്ങളിലുള്ള സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് അറബിയിൽ അറിയുന്ന പ്രാർത്ഥനകൾ മുഴുവനും നിങ്ങൾ പ്രാർത്ഥിക്കണം. മുഅ്മിനീങ്ങളെ, സുജൂദിൽ കിടക്കണം ഒരു 5 മിനിറ്റ്, സുജൂദിൽ കിടക്കണം ഒരു 10 മിനിറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ദുആ ചെയ്യാൻ അറിയുന്നത്, ആ ദുആകളൊക്കെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുക. കരച്ചിൽ വരുന്നില്ല എങ്കിൽ കരച്ചിൽ നിങ്ങൾ അഭിനയിക്കണം, കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കുക. കരച്ചിൽ വരുന്നില്ലേ, കരയുന്നത് പോലെ അഭിനയിക്കണം നിങ്ങൾ. അതുകൊണ്ട് കരയുന്നത് പോലെ അഭിനയിക്കണം സുജൂദിൽ കിടന്നിട്ട്. എന്തൊക്കെ ദുആ അറിയും? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മക്കളില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ. അല്ലാഹു അവർക്ക് സാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. സുജൂദിൽ കിടന്ന് നിരന്തരമായി പെണ്ണും ആണും ദുആ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തരും, യാതൊരു സംശയമില്ല. ഒരുപക്ഷേ അല്ലാഹു നിങ്ങളുടെ ഖൈർ ഉദ്ദേശിച്ചിട്ടാണ് മക്കളെ തടയുന്നതെങ്കിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവേ ഖൈറായ മക്കളെ തരണേ അല്ലാ എന്ന്. അല്ലാഹു മക്കളെ തരും, അല്ലാഹുവിന് വളരെ എളുപ്പമാണ്. 10 വർഷങ്ങൾക്ക് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷമൊക്കെ അല്ലാഹു മക്കൾ നൽകി, ഒന്നല്ല ഒരുപാട് മക്കളെ. അതുകൊണ്ട് സുജൂദിൽ കിടക്കാൻ ഭാര്യയും ഭർത്താവും തയ്യാറായാൽ, എന്നിട്ട് റബ്ബി ഹബ്ലി മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ അല്ലാഹുമ്മ റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ
എന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദുആ ചെയ്യുമോളെ, ദുആ ചെയ്യ് സഹോദരാ സഹോദരി, അല്ലാഹുവിനോട് ദുആ ചെയ്യ്. അത് മാത്രം മതിയോ? പോരാ, നമ്മളാക്കിയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും നീ കാരുണ്യം ചെയ്യണേ അല്ലാ എന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യ്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ, മാതാപിതാക്കളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് സുജൂദിൽ കിടന്ന് അറബിയിൽ ദുആ ചെയ്യ്. അല്ലാഹു തള്ളിക്കളയില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു ആ പ്രാർത്ഥനയെ ഒരിക്കലും അല്ലാഹു തള്ളിക്കളയൂല. അല്ലാഹു നിങ്ങളുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകാതിരിക്കില്ല. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ, ഖൗഫൻ വതമഅ, പ്രതീക്ഷയോടെ പേടിയോടെ ജീവിതത്തിൽ വന്നുപോയ ആ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് പേടിയോടെ, അതോടൊപ്പം അല്ലാഹു ഗഫൂറാണ് റഹീമാണ്, അല്ലാഹു ദുആഇന് ഇജാബത്ത് നൽകുന്നവരാണ് എന്ന പ്രതീക്ഷയോടെ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ മുഅ്മിനീങ്ങളെ. അല്ലാഹു ഒരിക്കലും നിങ്ങളെ നിരാശരാക്കൂല, അല്ലാഹു നിങ്ങളെ തള്ളിക്കളയൂല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ ഒരാളും നിരാശരാവാൻ പാടില്ല. നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്, മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നെഞ്ചോട് ചേർത്ത് വെക്കണം, നിരന്തരമായി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുസ് സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ അലൈഹിസ്സലാം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിസ്കാരമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിസ്കാരമാണ്. എന്താണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിസ്കാരത്തിന്റെ പ്രത്യേകത? കാന യനാമു നിസ്ഫൽ ലൈൽ, രാത്രിയിൽ പകുതി ഭാഗം വരെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഉറങ്ങാറുണ്ടായിരുന്നു. ഇനി വരാനിരിക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രികളാണ്. നമ്മൾ എന്ത് ചെയ്യും ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ? തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വീണ്ടും നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരും. എന്നിട്ട് ദിക്റിലും ഇബാദത്തിലുമായി മുഴുകി ഏറ്റവും നല്ല മഹത്വമുള്ള സമയം അത്താഴ സമയത്തോടടുപ്പിച്ച് രാത്രിയുടെ 2/3 ഭാഗം കഴിഞ്ഞാൽ ദുആഇന് ഇജാബത്തുള്ള സമയമാകുമ്പോൾ ക്ഷീണിതരായി നമ്മൾ ഉറങ്ങുകയും ചെയ്യും. നമ്മൾ ഇബാദത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകും. എന്നിട്ട് അവിടെ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ക്ഷീണിച്ചു നമ്മൾ നല്ല സമയത്ത് കിടന്നുറങ്ങും. എല്ലാ സമയവും നല്ലത് തന്നെയാണ്, പക്ഷേ ആ സമയത്തിന് വല്ലാത്ത പ്രത്യേകതകളുണ്ട്, ആ സമയത്തിന് വല്ലാത്ത മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിസ്കാരം, തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ ഒരല്പസമയം കിടന്നുറങ്ങുക. 1-2 മണിക്കൂർ കിടന്നുറങ്ങി ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ പിന്നെ നിങ്ങൾക്ക് സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ ഉറക്കം വരൂല. പിന്നെ നിങ്ങളുടെ നിസ്കാരങ്ങളിൽ ഒരു ആവേശമുണ്ടാകും, പിന്നെ നിങ്ങളുടെ ഖുർആൻ പാരായണങ്ങളിൽ ഒരു ആവേശമുണ്ടാകും, പിന്നെ നിങ്ങളുടെ ദിക്റുകളിൽ ഒരു ആവേശമുണ്ടാകും. അതുകൊണ്ട് അഹബ്ബുസ് സ്വലാത്തി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തു ദാവൂദ് അലൈഹിസ്സലാം. കാന യനാമു നിസ്ഫൽ ലൈലി വയഖൂമു ഥുലുസഹു, രാത്രിയുടെ അവസാനത്തെ ഭാഗത്ത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ രാത്രിയിൽ നിരന്തരമായി 1 മണിക്കൂർ മുമ്പും 2 മണിക്കൂർ മുമ്പും എണീറ്റ് നിസ്കരിക്കുന്നവരാണെങ്കിൽ അസ്ബഹ മുത്മഇന്നൽ ഖൽബി, അവർ രാവിലെ സമാധാനത്തോടു കൂടിയായിരിക്കും രാവിലെ ഉണരുന്നത്. അവരുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവൂല, അവരുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാവൂല, മാനസികമായ പിരിമുറുക്കം അവർക്കുണ്ടാവൂല. മുത്മഇന്നൽ ഖൽബി, ഒന്ന് റിലാക്സ്ഡ്. നമ്മളെപ്പോഴും റിലാക്സിന് ആഗ്രഹിക്കുന്ന ആളാണല്ലോ. മനസ്സൊക്കെ ഇങ്ങനെ ആകെ സ്ട്രെസ്സായി ഡിപ്രഷനും ടെൻഷനും ഒക്കെ കൂടി ആകെ ഒരു കൺജസ്റ്റഡ് ആവാറുണ്ട്, ഇതിനൊരു താല്പര്യമില്ലാത്ത അവസ്ഥയുണ്ടാവാറുണ്ട്. അപ്പോ നമ്മള് ഈ രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എണീറ്റ് നിസ്കരിച്ചാൽ രാവിലെ ഉണരുമ്പോ മനസ്സ് വിശാലമാകുമെന്നാണ്. മനസ്സ് നല്ല ശാന്തമായി മറ്റുള്ള കാര്യങ്ങളെ നമ്മൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമെന്നാണ്. റമളാനായാൽ 4 കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ആ 4 കാര്യത്തിൽ
രണ്ടു കാര്യം ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. രണ്ടു കാര്യം നിങ്ങളുടെ ആവശ്യമാണ്, അള്ളാഹുവിന്റെ ആവശ്യമല്ല അത്. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന രണ്ടു കാര്യം: അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന്, അസ്തഗ്ഫിറുല്ലാഹ് രണ്ട്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായ മൂന്നും നാലും കാര്യങ്ങൾ: അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോ ഇരിക്കുമ്പോഴൊക്കെ അത് വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മുടെ ദിക്റുകളും അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ രാത്രി നിരന്തരമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ നമ്മൾ രാവിലെ ഒന്ന് വിശാല മനസ്കതയോടെ ടെൻഷൻ ഇല്ലാതെ നമ്മൾക്ക് കാര്യങ്ങളിലേക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുൻശരിഹസ് സ്വദരി, അവരുടെ ഹൃദയം വിശാലമാകും. ആ കുടുസിൽ നിന്ന് മാറി ഹൃദയം വിശാലമാകും. മുസ്തനീറൽ വജ്ഹി, അവരുടെ മുഖത്തൊരു പ്രകാശമുണ്ടാകും, മുഖത്തൊരു വെളിച്ചമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മുഖത്തിന് എന്തെന്നില്ലാത്ത വെളിച്ചമുണ്ടാകും. മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് ചില ആളുകൾ ചോദിച്ചു: ലിമകാനൽ മുതഹജ്ജിദൂന അഹ്സനൻ നാസി വുജൂഹാ, എന്തേ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തിന് ഒരു വെളിച്ചമുണ്ടാവാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തിന് വെളിച്ചമുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ഹസനുൽ ബസരി തങ്ങളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്: ലിഅന്നഹും ഖലൗ ബിർറഹ്മാൻ, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ചുകൊണ്ട് എണീറ്റു നിന്നില്ലേ? അള്ളാഹുവിന് വേണ്ടി അവരുടെ വിലപ്പെട്ട സമയങ്ങൾ അവർ മാറ്റിവെച്ചില്ലേ? അതുകൊണ്ട് ഫഅൽബസഹും നൂറൻ മിൻ നൂരിഹി, അള്ളാഹു പ്രകാശമാണ്. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു, ആകാശഭൂമികളുടെ വെളിച്ചമാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ നിന്നൊരംശം ഈ തഹജ്ജുദ് നിസ്കാരക്കാരുടെ മുഖത്തേക്ക് അള്ളാഹു നൽകുകയാണ് എന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അപ്പൊ വെളുക്കാനുള്ള വഴി, മുഖം പ്രകാശിക്കാനുള്ള വഴി നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കലാണ്. വെളുക്കാൻ വേണ്ടിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കല്ലേ? അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചാൽ മുഖത്തിനൊരു വെളിച്ചമുണ്ടാകും, മുഖത്തിനൊരു പ്രകാശമുണ്ടാകും. മുഖം എന്തെന്നില്ലാത്തൊരു ഹൈബത്തും വഖാറും ഒരു നൂറ് വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, ചമ്മാടികളായ ആളുകൾക്ക് ഈ ഒരു വെളിച്ചം അല്ലാഹു നൽകൂല എന്ന് പരിശുദ്ധ റസൂൽ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളുടെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, ചമ്മാടികളായ ആളുകൾക്ക് അള്ളാഹു ഈ നൂറ് നൽകൂല. ചമ്മാടികളായ ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ അവസരമേ ഉണ്ടാവൂല. അവരെത്ര ശ്രമിച്ചാലും അവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഫാൾട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളാണ് തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് നമ്മെ തടയുന്നത്. ഹസനുൽ ബസരി തങ്ങളോട് തന്നെ ചില ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്: എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഉണരാൻ കഴിയുന്നില്ല, എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി: അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ കാരണത്താൽ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താൽ അള്ളാഹു തആല നിങ്ങളെ തഹജ്ജുദിൽ നിന്ന് തടഞ്ഞു വെക്കുകയാണ് എന്ന് ഹസനുൽ ബസരി തങ്ങൾ മറുപടി നൽകുകയുണ്ടായി. അപ്പൊ തെറ്റു ചെയ്യുന്ന ചെമ്മാടികളായ ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുകയേ ഇല്ല, അവര് പരിശ്രമിച്ചാലും. അപ്പൊ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം എങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും സ്വന്തം ആലോചിച്ചു നോക്കുക. നമ്മൾക്കൊക്കെ തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കണം. അലാം വെച്ചാലും ഒരു പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉണരാൻ പറ്റൂല. എന്തുകൊണ്ട്? നമ്മുടെ തെറ്റുകൾ നമ്മൾ തടയുകയാണ്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അലാം ആവശ്യം പോലുമില്ലാതെ, അലാമിന്റെ ആവശ്യമില്ലാതെ നമ്മൾക്ക് എണീക്കാൻ പറ്റും. സമയമാകുമ്പോൾ നമ്മൾ ഉണരുകയും സമയമാകുമ്പോൾ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് എന്നുള്ളത് നൂറാണ്, പ്രകാശമാണ്.
ആ നൂറ് നമ്മുടെ മുഖത്ത് കാണാൻ കഴിയും. നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ആ നൂറ് കാണാൻ കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ അത് കാരണമാകും. ജനങ്ങളുടെ സ്നേഹം ലഭിക്കാൻ അത് കാരണമാകും. വയജഅലുല്ലാഹു സുബ്ഹാനഹു ഫീ വജ്ഹിഹി നൂറാ ഫയുഹിബ്ബുഹു കുല്ലു മൻ റആ. കാണുന്ന ആളുകൾക്ക് അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. കാണുന്ന ആളുകളൊക്കെ അയാളെ സ്നേഹിക്കാൻ തുടങ്ങും. അയാൾക്ക് സ്ഥാനമാനങ്ങൾ നാട്ടിൽ നിന്നും മഹല്ലിൽ നിന്നും ലഭിക്കും. വയനാലു ശറഫൽ മൻസിലത്തി വരിഫഅത്തൽ മകാനത്തി വഉലുവദ് ദറജ. അയാളുടെ സ്ഥാനമാനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊട്ടേഷൻ നൽകേണ്ട ആവശ്യമില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചെറുപ്പക്കാരെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ അല്ലാഹു തആല ജനങ്ങൾക്കിടയിൽ നമ്മുടെ പദവിയെ ഉയർത്തുകയും എന്നിട്ട് നമ്മൾക്ക് ആവശ്യമായ ഒരു ഹൈബത്തും ഒരു വഖാറും സ്ഥാനമാനങ്ങളും അല്ലാഹു നൽകുമെന്ന് പ്രഗൽഭരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ. രാത്രിയായാൽ നിങ്ങൾ നിസ്കരിക്കണം. ഖിയാമുൽ ലൈൽ നിങ്ങൾ നിസ്കരിക്കണം. ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ശീലമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്. ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മുഖറബീങ്ങളിൽ ഉൾപ്പെടാനുള്ള അവസരമാണ്. അല്ലാഹുവിന്റെ സ്വന്തക്കാർ فأما إن كان من المقربين فروح وريحان وجنة نعيم. അല്ലാഹുവിന്റെ സ്വന്തക്കാരായി മാറിയാൽ മരണസമയത്ത് റഹ്മത്തോടുകൂടി ആശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി വളരെ പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ അല്ലാഹുവിന്റെ മുഖറബീങ്ങളിൽ ഉൾപ്പെടാനുള്ള ഏറ്റവും നല്ല അമലാണ് ഖിയാമുൽ ലൈൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തെറ്റുകളിൽ നിന്ന് തിന്മയിൽ നിന്ന് നമ്മെ തടയാൻ തഹജ്ജുദിന് കഴിയുമെന്നാണ്. നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെ തിന്മകളിൽ നിന്ന് തടയുമെന്നാണ്. തഹജ്ജുദ് നിസ്കരിച്ചാൽ തിന്മകളിൽ നിന്ന് തടയും. അങ്ങനെ ശ്രമിക്കുക. ഞാൻ പറയും, തെറ്റുകാർക്ക് അതിന് അവസരം ഉണ്ടാവില്ല. എന്നാൽ നമ്മള് വീട്ടിലെ ഉമ്മയെ ഏൽപ്പിക്കുക. വീട്ടിലെ ഉമ്മമാർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്റെ ശബ്ദം ക്ഷമിക്കുന്ന ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ, നിങ്ങൾക്ക് ഞാനൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്താ ഉത്തരവാദിത്വം? ഒന്ന്, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവണം. നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നുപോയിക്കോളൂ, എന്നാലും കുഴപ്പമില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവണം നിങ്ങൾ. വളരെ നേരത്തെ നിങ്ങൾ ഉണരണം. എന്നിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് തഹജ്ജുദ് നിസ്കരിപ്പിക്കണം. നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ആ വിഷയം. കാരണം ഭർത്താക്കന്മാര് വളരെ വിദൂരത്ത് നിന്ന് ജോലി ചെയ്തിട്ട് രാത്രി വൈകിട്ടൊക്കെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഭർത്താക്കന്മാർക്ക് ഒരുപക്ഷെ ക്ഷീണം കൊണ്ട് ഉണരാൻ കഴിയില്ല, എണീക്കാൻ കഴിയില്ല. ക്ഷീണം കൊണ്ട് എണീക്കാൻ ഉണരാനൊന്നും കഴിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? കിടന്നുറങ്ങും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ നേരത്തെ കിടന്നുറങ്ങുകയും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ വിളിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് രാത്രി ഉണരുകയും എന്നിട്ട് ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്ത് റൂമിലേക്ക് തിരിച്ചു വന്നിട്ട് തന്റെ കൈകളിലും മുഖങ്ങളിലും ബാക്കിയുള്ള വെള്ളം എടുത്തിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് കുടഞ്ഞ് ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചാൽ, അങ്ങനെ ഭർത്താവ് വുളൂ ചെയ്ത് ഫഖാമാ വസല്ലയാ മഅ, രണ്ടുപേരും എണീറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിച്ചാൽ റഹിമല്ലാഹ്, ആ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിന്റെ ഹബീബാണ് ദുആ ചെയ്തത്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ ഭാരിച്ച ഉത്തരവാദിത്വം. ആദ്യം നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവണം.
ഈ സമയങ്ങളിൽ അത്താഴത്തിന് വേണ്ടി നിങ്ങളുടെ ഭർത്താക്കന്മാരും നിങ്ങളുടെ മക്കളും ഉണരുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഉണരുന്നുണ്ട്. എന്തിന്? ഭക്ഷണം പാചകം ചെയ്യാൻ, പത്തിരി ചൂടാൻ, കറി ചൂടാക്കാൻ, ചായ വെക്കാൻ, നിങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും ആവശ്യമുള്ള ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വളരെ നേരത്തെ ഉണരുന്നുണ്ട്. ഉറങ്ങുന്നത് വളരെ വൈകിട്ടാണ്. ഇതേ ഒരു ശൈലിയിൽ റമദാൻ കഴിഞ്ഞാലും നിങ്ങൾക്ക് തുടരാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നമ്മുടെ വീടുകൾ ധന്യമായി. നമ്മുടെ വീടുകളെ അള്ളാഹു ഏറ്റെടുക്കും, നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു ഏറ്റെടുക്കും, നമ്മുടെ മക്കളെ അള്ളാഹു ഏറ്റെടുക്കാതിരിക്കില്ല. അതുകൊണ്ട് വളരെ നേരത്തെ എണീറ്റ് ഭർത്താവിനെ വിളിച്ച് 10 വയസ്സിന്റെ മുകളിലുള്ള മക്കളെ തഹജ്ജുദ് നിസ്കരിപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശവിക്കുന്ന പ്രിയങ്കരിയായ എല്ലാ സഹോദരിമാരോടും പറയുകയാണ്. നിങ്ങളൊന്ന് പരിശ്രമിക്കണം. പരിശ്രമിക്കാതെ ഒന്നും നമ്മൾക്ക് കഴിയില്ല. അധ്വാനിക്കാതെ ഒന്നും നമ്മുടെ ശീലമായി മാറൂല. ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പരിശ്രമമല്ല, ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ക്ഷീണമല്ല, പിന്നെ നിങ്ങൾക്ക് ഇതൊരു ആവേശമാണ്. പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാതെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. എത്ര വൈകി ഉറങ്ങിയാലും തഹജ്ജുദ് നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകും. ഉറങ്ങിയില്ലെങ്കിലും വേണ്ട, തഹജ്ജുദ് വേണമെന്ന ചിന്തയിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെ എത്തുന്നത് വരെ നിങ്ങളൊന്ന് പരിശ്രമിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോടും എന്റെ ശരീരത്തോടും ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്. ഖിയാമുൽ ലൈൽ എന്നുള്ളത് അല്ലാഹുവിന്റെ മുഖറബീങ്ങളിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യമാണ്. വമൻഹാതുൻ അനിൽ ഇസ്മി, നിങ്ങളെ തിന്മയിൽ നിന്ന് തടയുമെന്നാണ് പറഞ്ഞത്. വതക്ഫീറുൽ ലിസ്സയ്യിആത്ത്, പാപങ്ങളിൽ നിന്ന്, എല്ലാവിധ സയ്യിആത്തുകളിൽ നിന്ന്, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് ഈ തഹജ്ജുദ് നിസ്കാരം നിങ്ങളെ തടഞ്ഞു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനു വേണ്ടി കാര്യമായി സമയം കണ്ടെത്തണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇത്തരം ആളുകൾക്ക് അല്ലാഹു സ്വർഗീയ ലോകത്ത് പ്രത്യേകമായ കൊട്ടാരങ്ങൾ ഒരുക്കി വെക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ ഖാലിദീന ഫീഹാ ഹസുനത് മുസ്തഖറൻ വമുഖാമാ. ഉലൈക യുജ്സൗനൽ ഗുർഫ, അവർക്ക് നാം വളരെ മനോഹരമായ കൊട്ടാരം, വളരെ മനോഹരമായ സൗകര്യങ്ങൾ, മുറികൾ സ്വർഗത്തിലൊരുക്കുമെന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ കൊട്ടാരങ്ങൾ, എന്തിനാണ് ഈ മനോഹരമായ മുറികൾ സജ്ജീകരിക്കുന്നത്? ബിമാ സ്വബറൂ, അവർ ക്ഷമിച്ചത് കാരണത്താൽ. എന്താണ് ഇവിടെ ക്ഷമിച്ചത്? ഉറക്കത്തിൽ നിന്ന് നമ്മുടെ തണുപ്പത്തെ പുതപ്പ് മാറ്റി ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ഷമയാണ് മുഅ്മിനീങ്ങളെ. അതിനേക്കാളും വലിയ ക്ഷമ വേറെയില്ല. ക്ഷമ 3 രീതിയിലാണുള്ളത്. 3 രീതിയിലാണ് ക്ഷമയുള്ളത്. 1 അമല് ചെയ്യാനുള്ള ക്ഷമ, 2 തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ, 3 പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ. ഈ 3 ക്ഷമകൾ നമ്മൾക്കുണ്ടായാൽ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ, അവർ ക്ഷമിച്ചത് കാരണത്താൽ അവർക്ക് ഞാൻ വളരെ മനോഹരമായ സ്വർഗീയ സുഖങ്ങൾ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നന്മ ചെയ്യാനും ക്ഷമ വേണം. തഹജ്ജുദ് നിസ്കരിക്കാൻ ക്ഷമ നിർബന്ധമാണ്. ഹറാമ് കാണുമ്പോൾ ഹറാമ് ചെയ്യാതെ മാറി നിൽക്കാനും ക്ഷമ നിർബന്ധമാണ്. പനി വരുമ്പോൾ, തലവേദന വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കി പിടിച്ചു നിൽക്കാനും ക്ഷമ നിർബന്ധമാണ്. 3 ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. എത്ര ക്ഷമ? 3 ക്ഷമ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏതൊക്കെ? 1 അസ്സബ്റു അല ത്വാഅ, അല്ലാഹുവിനെ അനുസരിക്കാനും ക്ഷമ വേണം. അഥവാ ഉറക്കിൽ നിന്ന് രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ ക്ഷമ വേണം. ക്ഷമ നിർബന്ധമാണ്. അതേപോലെ തന്നെ തെറ്റ് കാണുമ്പോ തെറ്റിലേക്ക് വീഴാതെ, ഹറാമ് കാണുമ്പോ ഇതെനിക്ക് പാടില്ലല്ലോ എന്ന് പറഞ്ഞ ഹറാമിൽ നിന്ന് മാറി നിൽക്കാനും ക്ഷമ നിർബന്ധമാണ്. ഹറാമ് ചെയ്യാൻ അവസരങ്ങളുണ്ട്, പക്ഷെ ഹറാമ് ചെയ്യുന്നില്ല. അള്ളാഹുവിനെ പേടിച്ചിട്ട് ക്ഷമിക്കുകയാണ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല,
താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിനെ പേടിച്ചിട്ട് ക്ഷമിക്കുകയാണ്. മൂന്നാമത്തേതോ അസ്സബ്റു അലൽ ബലാ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിലുള്ള ക്ഷമ. ഈ 3 ക്ഷമയും നമ്മൾക്ക് ഉണ്ടാവണം. ആ ക്ഷമയുണ്ടായാൽ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ, അല്ലാഹു തആല സ്വർഗ്ഗത്തെക്കുറിച്ച് അല്ലാഹു തആല സ്വർഗ്ഗത്തെക്കുറിച്ച് എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞുവോ ബഹുഭൂരിഭാഗം സ്ഥലങ്ങളിലും ക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ചില ആളുകൾ പറയും എന്നോട് കളിക്കരുത്, ഞാൻ കുറച്ച് ചൂടനാണ്, എന്റെ സ്വഭാവം നിനക്കറിയില്ല എന്നൊക്കെ പറയും ചില ആളുകൾ, അല്ലെ? ദേഷ്യപ്പെടുമ്പോ അങ്ങനെ പറയാറില്ലേ, എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഞാൻ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചില ആളുകൾ പറയും. അത് വലിയ നല്ല കാര്യമൊന്നുമില്ല, അതൊക്കെ വലിയ ഡയലോഗായിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ വീക്ക്നെസ് ആണ്. എനിക്ക് ക്ഷമയില്ലെങ്കിൽ നിന്റെ വീക്ക്നെസ് ആണത്. ദേഷ്യം വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, നിന്റെ ദൗർബല്യമാണ്, അതിന്റെ മഹത്വമല്ല എന്ന് മനസ്സിലാക്കണം. ഈ 3 ക്ഷമകൾ നമ്മൾക്ക് ഉണ്ടായാൽ, നിങ്ങൾ നോക്കിയാൽ മതി, പരിശുദ്ധമായ ഖുർആനിൽ സ്വർഗത്തെ കുറിച്ച് പറയുന്ന സർവ്വ മേഖലകളിലും ബഹുഭൂരിഭാഗം സ്ഥലങ്ങളിലും അള്ളാഹു ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുക. വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ മനോഹരമായ സ്വർഗീയ സുഖങ്ങൾ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്.